ज्योति परब्रह्म दीपज्योतिर्जनार्दना दीपो हरतु मे पापं दीपज्योतिर्नमोऽस्तुते शुभं करोतु कल्याणं आरोग्यं धनसम्पदा द्वेषबुद्धिविनाशाय दीपज्योतिर्नमोऽस्तुते करुणामुरळीधारा മനസ്സിൽ നിറയ്ക്കുക കണ്ണാ കരുണാമുരളീധാര ഗോകുലമണിയും മണിയും നീയേ ഗോപികാഹൃതി നിനവും നീയേ വൃന്ദാരണ്യ പൂക്കളിൽ നിറവും മണവും മധുവും നീയേ കാളിയമർദ്ദക ഞങ്ങളുടെ കൺകളിൽ അമൃതെഴുതൂ നിൻമിഴിയാൽ കരുണാമുരളീധാര ധർമാധർമരണങ്ങളിൽ ഞങ്ങളെ കൺമിഴി തെളിയാൻ നീയേ നിത്യനിരാമയ ശംഖുലി പോലെ ഒഴുകാവൂ നിൻ സ്മരണ കരുണാമുരളീധാര മനസ്സിൽ നിറയ്ക്കുക കണ്ണാ കരുണാമുരളീധാര ഭാരതഭായ് ബാലഭാരതിയെ സംബന്ധിച്ചിടത്തോളം തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു ദിവസമാണ്. ആ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഭാരതഭായ് ബാലഭാരതിയുടെ കൊച്ചു മക്കളുടെ കൈയെഴുത്ത് പുസ്തകമാണ് പ്രകാശന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുവാനായി പോകുന്നത്. ബാലഭാരതിയുടെ ഒരു കൈയെഴുത്ത് പുസ്തകത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനകം നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അത് സാധ്യമാകുമോ എന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. എന്നാലും കേവലം 20 ദിവസങ്ങൾ കൊണ്ട് ഈ പുസ്തകം യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. അത് നമ്മളെ വളരെയേറെ ആശ്ചര്യപ്പെടുത്തുന്ന, വളരെ ഫലപ്രദമായിട്ട് അവരുടെ കഴിവുകൾ ഇതിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് അത് ഇത്രയും ഭംഗിയായ രീതിയിൽ നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിച്ചത്. തുടർന്നും നമ്മുടെ കുട്ടികളുടെ ഉറങ്ങിക്കിടക്കുന്ന കഴിവിനെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനായിട്ട് ബാലഭാരതിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്, പുസ്തകം നമ്മൾ പ്രകാശന ചടങ്ങ് നമ്മൾ നിർവഹിക്കുന്നത്, അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ശ്രീ ശിവാനന്ദൻജിയാണ്. ശിവാനന്ദ്ജിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം നാട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ സ്വദേശിയാണ്. ഇവിടെ വളരെ എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തമായ സൗപർണികയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം അറബ് റീജിയൻ്റെ യുവ എന്ന് പറയുന്ന നമ്മുടെ ബാലഭാരതിക്ക് ശേഷം നമ്മുടെ കുട്ടികൾ പങ്കെടുക്കേണ്ട യുവ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അറബ് റീജിയൻ്റെ കോർഡിനേറ്ററാണ്. നമുക്ക് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പുസ്തകം കൈമാറ്റം ചെയ്യുന്നത്, അതായത് കൊടുക്കുന്നത് നമ്മുടെ തുളസി ചേച്ചിയാണ്. നമുക്ക് ഏവർക്കും അറിയാം തുളസി ചേച്ചിയെ പറ്റി. തുളസി ചേച്ചി കോട്ടയം ജില്ലയിൽ കുമാരനെല്ലൂർ സ്വദേശിയാണ്.
തുളസി ചേച്ചിയുടെ ഉത്തരവാദിത്വം നമ്മുടെ ബാലഭാരതി നമ്മുടെ വിഭാഗിൻ്റെ ബാലമിത്രം കോർഡിനേറ്ററാണ് തുളസി ചേച്ചി. തുളസി ചേച്ചിയെയും ശിവാനന്ദൻ ജിയെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് പ്രകാശന ചടങ്ങാണ്. പ്രകാശന ചടങ്ങിന് ശേഷം ഓൺലൈനിൽ പുസ്തകം നമ്മൾ പ്രകാശനം ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം നമ്മുടെ ബാലഭാരതിയുടെ ഇന്ന് നടക്കുന്ന ചടങ്ങ് കൂടിച്ചേരലുണ്ടാവുമല്ലോ. ആ കൂടിച്ചേരലിൽ ശ്രേണി വയസ്സിലുള്ള കൂടിച്ചേരലിലും ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ടാവും. എല്ലാവർക്കും ഓൺലൈനിൽ ആ പുസ്തകം കിട്ടുന്നുണ്ടാവും. അപ്പം പ്രകാശന ചടങ്ങിലേക്ക് ആണ് അടുത്ത ചടങ്ങ്. അതിന് വേണ്ടിയിട്ട് തുളസി ചേച്ചിയെ ശിവാനന്ദജിയെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം വളരെ വലിയൊരു കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു മുഹൂർത്തത്തിന് നമ്മൾ സാക്ഷിയായിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് ഈ ഒരു പുണ്യമാസത്തിലെ രാമായണ മാസത്തിലെ മറ്റൊരു പ്രത്യേകത കൂടി എന്തെന്ന് വെച്ചാൽ ആഗസ്റ്റ് 14 എന്ന് പറയുന്നത് ഓരോ ഭാരതീയനും മറക്കാൻ കഴിയാത്തൊരു ദിവസം കൂടിയാണ്. നമ്മുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ആഗസ്റ്റ് 14. ഈ ഒരു ദിവസത്തിൽ തന്നെ കുട്ടികളുടെ ഒരു കയ്യെഴുത്തു മാസിക അത് പ്രസിദ്ധീകരണം ചെയ്യുവാൻ നമുക്ക് സാധിച്ചത് വളരെ വലിയൊരു സൗഭാഗ്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. നമുക്കറിയാം, ബർദുബായ് ഏരിയയിലെ ബാലഭാരതിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷത്തോളമായി. ഒരു 10 വർഷത്തെ നീണ്ട സ്വപ്നത്തിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടിയായിട്ടാണ് ഈ ഒരു നിമിഷത്തെ നാം കണക്കാക്കേണ്ടത്. നമ്മുടെ ചരിത്രത്തിൽ നോക്കിയാൽ തന്നെ അറിയാം, ഒരു മാറ്റം, ഒരു സമൂഹത്തിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളത് ശക്തമായ ഒരു സംസ്കാരത്തിൻ്റെ അത് ഏത് രീതിയിലാണ് പ്രതിധ്വനിച്ചിട്ടുള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ്. ഏതൊരു മാറ്റത്തിൻ്റെ പിന്നിലും ശക്തമായ ഒരു സമൂഹം, സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും ഒരു ശക്തമായ ഒരു നിര തന്നെ ആ ഒരു സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിരുന്നു. മനസ്സിലുള്ള ചിന്തകൾ ഏത് രീതിയിൽ പുറത്തു വരണം, ഏത് രീതിയിലാണ് പുറത്തേക്ക് വരേണ്ടത് എന്നത് ഈ മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് വളരെ നിർണായകമാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ കയ്യെഴുത്തു മാസികകളായാലും എഴുതാൻ കഴിയുന്ന കുട്ടികൾ എഴുതിക്കൊണ്ട് അവരുടെ കലാസൃഷ്ടികൾ ഏതു രീതിയിലാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്നത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്തരം കലകളാണ്, അല്ലെങ്കിൽ ഏതൊരു മാറ്റത്തിൻ്റെയും പിന്നിൽ നമുക്ക് ഇത്തരം ചിന്തകളുടെയോ അല്ലെങ്കിൽ കലകളുടെയോ ഇത്തരത്തിലുള്ള എഴുത്തുകളുടെയോ ഒരു ലേഖനങ്ങളുടെയോ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു വലിയ ഒരു ഇതിഹാസം തന്നെയാണ് രാമായണവും. ആ മാസത്തിൽ തന്നെ നമുക്ക് ഈ ഒരു കയ്യെഴുത്ത് മാസിക പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് വളരെ വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് ഈ മാസികയുടെ പേര് അല്ലെങ്കിൽ കയ്യെഴുത്ത് മാസികയുടെ പേര് തന്നെ അത്തരത്തിലുള്ള ഒരു പേരാണ്, നവനീതം.
നവനീതം എന്നാൽ ആ വെണ്ണയാണ്. അത്രയും ആ തൈരിൽ നിന്നും കടഞ്ഞെടുക്കുന്ന നമ്മുടെ ചിന്തകളിൽ നിന്ന് എത്തരത്തിലാണോ വളരെ അർത്ഥവത്തായ വാക്കുകൾ, ചിന്തകൾ, ആ ചിന്തകളിൽ നിന്ന് വീണ്ടും അതിനെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് എത്രത്തോളം നമ്മുടെ മുന്നിലുള്ള പേപ്പറുകളിലേക്കോ കടലാസുകളിലേക്കോ ആ ചിന്തകൾ പകർത്തി എഴുതുമ്പോൾ അത് എത്രത്തോളം മധുരമാകുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഗുണകരമാകുന്നു, സ്വാധീനിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു കയ്യെഴുത്ത് മാസിക വളരെ ചെറിയൊരു സമയം കൊണ്ട് ഒരു കൂട്ടായ്മയുടെ ഫലമായി തന്നെയാണ് നമുക്ക് പുറത്തിറക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഒരു 20 ദിവസം കൊണ്ട്, കുറച്ച് നേരത്തെ ബിനോട്ടം പറഞ്ഞ പോലെ ഒരു 20 ദിവസം കൊണ്ട് ഇങ്ങനെയുള്ള ഒരു മാസിക, കയ്യെഴുത്ത് മാസിക പുറത്തേക്ക് ഇറക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ചിന്തിക്കാൻ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം അതിനായി നമ്മുടെ കുടുംബാംഗങ്ങൾ, ആധ്യാത്മിക സമിതി ആയാലും ബാലഭാരതി ആയാലും നമ്മുടെ വലിയൊരു കുടുംബനിര തന്നെ ഈ ഒരു ഉദ്യമത്തിൻ്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതോ ആണ് ഈ ഒരു കയ്യെഴുത്ത് മാസികയിലെ ഓരോ കൃതികളും സൃഷ്ടിയും എല്ലാം. ഇത്തരമൊരു സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ള ഒരു ദിവസത്തിൽ ഈ ഒരു മാസിക പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞു എന്നത്, അതിനെ ഭാഗവത്താക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതും വളരെയധികം ഭാഗ്യം ചെയ്ത ഒരു കാര്യമാണ്. ബാലഭാരതി എന്നും ഒരു സാംസ്കാരിക അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ, ഒരു വ്യവസ്ഥയുടെ, കുടുംബ വ്യവസ്ഥയുടെ തന്നെ അടിസ്ഥാനമാണ്. ഇത്തരം കാര്യങ്ങൾ, കയ്യെഴുത്ത് മാസിക പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ സർഗവാസനയെ വീണ്ടും ഉണർത്തട്ടെ. വീണ്ടും ധാരാളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബാലഭാരതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामया, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखभाग् भवेत्।